ഹായ്, ഇന്നൊരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? പരത്തി ചുട്ട അട. പേര് പോലെ തന്നെ പരത്തി ചുട്ടന്നെ കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അടേനെ പോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിന്നിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴേ മാവ് നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഒരു സവാള, ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് തേങ്ങ ചിരവിയത്, ഇത്ര എടുത്ത് വെക്കുക. ഇനി സവാള, പച്ചമുളക്, കറിവേപ്പില, ജീരകം ഇത് 4 കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഈ മസാലയിലും കുറച്ച് ഉപ്പിട്ടോളൂ. മാറ്റി വെച്ച ഗോതമ്പ് മിക്സിക്ക് ഈ ചതച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ വെള്ളമൊന്നും ആക്കണ്ട, ഉള്ളിയുടെ വെള്ളവും എല്ലാം കൂടി ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. ചപ്പാത്തിയേക്കാളും ഒന്നുകൂടി അളവായിട്ട് ഇത് അതുപോലെ കുഴച്ച് വെക്കുക. ഇനി ഇതുപോലെ ഒരു ഇലയുടെ കഷ്ണം എടുത്ത് ഒന്ന് വാട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ എണ്ണ അങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് അതുപോലെ ചപ്പാത്തിയെക്കാട്ടിലും കുറച്ച് വലിയൊരു ഉരുളയാക്കിയിട്ട് ഇങ്ങനെ അട പരത്തനെ പോലെ പരത്തുക. ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നടുവിൽ കൂടെ ആവിയൊക്കെ വന്നിട്ട് വേവാൻ വേണ്ടിയിട്ടും ഒരു ഓട്ട വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിൽ എണ്ണ പുരട്ടിയിട്ട് അടേനെ ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ ഇല പതുക്കെ അങ്ങോട്ട് പറിച്ചെടുക്കുക. ഇനി എണ്ണയൊക്കെ തൂവി തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ പരത്തി ചുട്ട അട ഇവിടെ റെഡിയായി കേട്ടോ. ഈ കുഞ്ഞിത് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? ഇവിടുത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ചെറുത് കഴിക്കാൻ വലിയ ഇഷ്ടാട്ടോ. ഇങ്ങനെ തന്നെ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സിന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. പുതിയൊരു വെറൈറ്റി ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.